ഇത് 2 മാസം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2022 ഏപ്രിൽ 14 നമ്മൾ അപ്ലോഡ് ചെയ്ത കുറ്റിപ്പുറം പാലത്തിന്റെ ഒരു വീഡിയോ ആണ്. ഈ 2 മാസത്തിനിടക്ക് കുറ്റിപ്പുറം പാലത്തിന്റെ നിർമ്മാണ പുരോഗതിയുടെ മാറ്റങ്ങൾ നമുക്ക് ഈ 2 വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ട്രിപ്പ് ഓഫ് കേരളയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. സഹൃദയരെ, ട്രിപ്പ് ഓഫ് കേരള ഇന്ന് കുറ്റിപ്പുറം പാലത്തിന്റെ നിർമ്മാണ പുരോഗതിയും കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ മുതൽ വടക്കോട്ടുള്ള ഏതാനും ചില പ്രദേശങ്ങളുടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളുമാണ് ഈ ചെറു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിലവിലുള്ള കുറ്റിപ്പുറം പാലത്തിന് സമാന്തരമായി നിർമ്മിക്കുന്ന കുറ്റിപ്പുറം പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ 2 മാസം മുമ്പ് ഏപ്രിൽ 14 നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കാണിച്ച അന്നത്തെ പ്രവൃത്തികൾ ഈ സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് നമ്മൾ കാണിക്കുന്നുണ്ട്. നിലവിലെ കുറ്റിപ്പുറം പാലത്തിന് സമാന്തരമായി നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള പില്ലറിന്റെ പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 75% പ്രദേശങ്ങളിലുള്ള പില്ലറിന്റെ പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി 25% പ്രദേശങ്ങളിൽ വെള്ളം ഒഴുകുന്ന സ്ഥലമായതുകൊണ്ട് അവിടങ്ങളിൽ ഇപ്പോൾ പ്രവൃത്തി നടക്കുന്നില്ല. ഈ പ്രവൃത്തികൾ ഏതാണ്ട് പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും ആ ഭാഗങ്ങളിലേക്ക് പില്ലറിന്റെ പ്രവൃത്തികളിൽ പോവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രേക്ഷകർക്ക് വ്യക്തമായി ഇതിന്റെ പ്രവൃത്തികൾ കാണുന്നതിന് വേണ്ടി ഡ്രോണിനെ ഇരുഭാഗങ്ങളിലേക്കും നമ്മൾ ഫ്ലൈ ചെയ്യിക്കുന്നുണ്ട്. ഫസ്റ്റിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് ഫ്ലൈ ചെയ്ത ഡ്രോണിനെ തിരിച്ച് കിഴക്ക് നിന്ന് പടിഞ്ഞാറിലേക്കും കൂടെ നമ്മൾ കൃത്യമായ ഇതിന്റെ പ്രവൃത്തികൾ വീക്ഷിക്കുന്നതിന് വേണ്ടി ഫ്ലൈ ചെയ്യിക്കുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ചെറിയ സ്ക്രീനിൽ, മൊബൈൽ സ്ക്രീനിൽ നമ്മളിത് കാണുമ്പോൾ പ്രവൃത്തികളുടെ ഏകദേശ രൂപം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല എങ്കിലും നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന സാഹചര്യത്തിൽ ബിഗ് സ്ക്രീനിൽ, പ്രത്യേകിച്ചും വലിയ TV-യിലോ അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ മോണിറ്ററിലോ ഈ വീഡിയോ പ്ലേ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രവൃത്തിയുടെ പൂർണ്ണമായ രൂപം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയാനുള്ളത്. കുറ്റിപ്പുറം പാലത്തിന്റെ കാഴ്ചകൾ കഴിഞ്ഞ് പിന്നീട് കുറ്റിപ്പുറം ടൗണിലോ പരിസര പ്രദേശങ്ങളിലൊന്നും തന്നെ കാര്യമായ പ്രവൃത്തികളൊന്നും നടക്കുന്നില്ല. പിന്നീട് അവിടെ നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്ററോ കഴിഞ്ഞതിന് ശേഷം കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലവും കഴിഞ്ഞ് പോലീസ് സ്റ്റേഷന് സമീപത്ത് നിന്നാണ് പിന്നീട് പ്രവൃത്തികൾ ആരംഭിക്കുന്നത്. ദേശീയപാത 66 കടന്നു പോകുന്ന മലപ്പുറം ജില്ലയിൽ റെയിൽവേ ലൈൻ ക്രോസ് ചെയ്യുന്ന ഏക പ്രദേശം കുറ്റിപ്പുറത്താണ്. കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് സമാന്തരമായാണ് പുതിയ മേൽപ്പാലം നിർമ്മിക്കേണ്ടത്. നമ്മൾ സന്ദർശിച്ച കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ നിരവധി സ്ഥലങ്ങളിൽ റെയിൽവേ ക്രോസിംഗ് മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നുണ്ട് എങ്കിലും അവിടങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ട കാഴ്ച, മറ്റ് പ്രവൃത്തികളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലും റെയിൽവേ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം അനിശ്ചിതത്വത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പാലത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നിലവിലവിടെ ആരംഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ദേശീയപാത കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം വർക്ക് കഴിഞ്ഞാലും റെയിൽവേ മേൽപ്പാലങ്ങളുടെ കാര്യത്തിൽ നിലവിലെ സാഹചര്യം വെച്ച് വിലയിരുത്തുമ്പോൾ പ്രവർത്തനം വളരെ മന്ദഗതിയിലാണ് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ മറ്റുള്ള മേൽപ്പാലങ്ങളും വയാഡക്റ്റുകളും ഫ്ലൈ ഓവറുകളും അണ്ടർപാസുകളും എല്ലാം കവർ ചെയ്തുകൊണ്ട് ദേശീയപാത സുഗമമായി വന്നാലും ഏതൊക്കെ സ്ഥലങ്ങളിലാണോ റെയിൽവേ ക്രോസ് ചെയ്യാനുള്ളത് അത്തരം സ്ഥലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ വൈകിപ്പോവുകയും ആ കാരണം കൊണ്ട് തന്നെ ദേശീയപാതയുടെ ഫൈനൽ വർക്കുകൾ അവസാന ഘട്ടത്തിൽ തടസ്സപ്പെടുകയും ചെയ്യും സാധ്യതയുണ്ട് എന്നാണ് നിലവിൽ നമ്മൾ ഒരു 3-4 ജില്ലകളിൽ കണ്ട പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. മലപ്പുറം ജില്ലയിലും അതിൽ നിന്ന് വിഭിന്നമല്ല. ഇതുവരെ അവിടെ യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ദേശീയപാത അതോറിറ്റിയും റെയിൽവേ അതോറിറ്റിയും തമ്മിൽ ആ വിഷയത്തിൽ ഒരു ഏകീകരണ മനോഭാവം പലപ്പോഴും വരാറില്ല എന്നും ദേശീയപാതയുടെ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് പൊതുവെ ഒരു മെല്ലപ്പോക്ക് സമീപനമാണ് വരുന്നത് എന്നുമാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്നത്. ഏതായിരുന്നാലും കാത്തിരുന്ന് കാണാം. കുറ്റിപ്പുറം പാലം മുതൽ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിടയിലുള്ള സ്ഥലങ്ങളിൽ യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കാത്തത് കൊണ്ട് തന്നെ അവിടെയൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. അവിടെ നിന്ന് കഴിഞ്ഞ് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ മുതലുള്ള സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അച്ചിപ്രത്തങ്ങൾ മക്കാം സ്ഥിതി ചെയ്യുന്ന പള്ളിപ്പടി മുതലങ്ങോട്ട് വടക്ക് ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളിലും
വീതി കൂട്ടൽ പ്രവൃത്തി നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, റോഡിൽ നല്ല ആഴത്തിൽ തന്നെ മണ്ണെടുത്ത് നീക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടെ സ്ഥലത്തിൻ്റെ ഹൈറ്റ് കുറക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്കിലും എന്ത് പ്രവൃത്തികളാണ് ഇവിടെ കൊണ്ട് ഈ മണ്ണെടുത്ത് ഇത്രയും ആഴത്തിൽ മണ്ണെടുക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ കുഴിയെടുക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പ്രദേശവാസികൾക്കോ അതല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കൊന്നും അറിയില്ല എന്ന് തന്നെ പറയാം. കമ്പനിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഇത്തരം വിഷയങ്ങൾ പബ്ലിക്കുമായിട്ടോ മീഡിയകളുമായിട്ടോ ഷെയർ ചെയ്യുന്നതിന് ഞങ്ങൾക്ക് പരിമിതികളുണ്ട് എന്ന് മാത്രമാണ് അവർ നമ്മോട് പറഞ്ഞത്. ഏതായിരുന്നാലും അവിടെ ഹൈറ്റ് കുറക്കുകയായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ മുതൽ തുടർന്ന് അങ്ങോട്ട് ഏതാണ്ട് പണ്ടിക്കശാല ചോലവളവ് വരെയുള്ള പ്രദേശങ്ങളിലാണ് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്തത്. അവിടങ്ങളിലൊക്കെ നല്ല വീതിയിൽ തന്നെയാണ് റോഡിൻ്റെ വർക്ക് നടക്കുന്നത്. അവിടങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും ആഴത്തിൽ മണ്ണെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് വളരെ ചുരുങ്ങിയ ലെങ്ത്തുള്ളൊരു വീഡിയോ ആണ്. ഈ വീഡിയോ നമ്മൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ടാണ് നമുക്ക് ഈ വീഡിയോ ഏരിയ ചുരുക്കി വളരെ കുറഞ്ഞ പ്രദേശം മാത്രം ഷൂട്ട് ചെയ്ത് ഒതുക്കേണ്ടി വന്നത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ രീതിയിലുമുള്ള സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.